ഷിറ്റ്സു ആണ് ഇതിന്റെ നെയിം, ബ്രീഡ് നെയിം. ഇത് ഒറിജിൻ ചൈനയാണ്. പിന്നീട് ഇതിനെ പപ്പി ക്ലാസ്സിൽ ഇതിൽ ഇറക്കുന്നുണ്ട്. ഇതിന് ഒരു 1 ഇയർ പ്രായം വരും. പിന്നെ റേറ്റ് എന്ന് പറയുമ്പോഴേക്ക് ഒരു 1 lakh റേറ്റ് വരുന്നുണ്ട്. ഇതിന്റെ പേര് ബ്രിട്ടീഷ് ബുൾഡോഗ്. ഇത് സാധാരണ അവിടുത്തെ ബ്രിട്ടീഷിലത്തെ നാഷണൽ ഡോഗാണ്. ഇത് ഒരിക്കലും കടിക്കില്ല, പക്ഷെ ഇത് ഇടിക്കുള്ളൂ. ഇപ്പോ ഓട്ടോ അങ്ങനത്തെ വാഹനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവൻ നേരെ അതിന്റെ മേത്തോട്ട് ചാടിക്കയറും, എന്നിട്ട് അത് ഇടിക്കാൻ ശ്രമിക്കും. പിന്നെ ഭയങ്കര ഫ്രണ്ട്ലി ഡോഗാണ്. പിള്ളേരായിട്ട് വളരെ ഫ്രണ്ട്ലിയാണ്. പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇതിന്റെ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയണ ഒരു 1 lakh 1.5 lakh, പിന്നെ 60,000 ഉണ്ട്, 80,000. വീട് നോക്കാൻ കുറച്ച് നല്ല രീതിയിലുള്ള ഡോഗ്സാണ്. പക്ഷെ ചില ഡോഗ്സ് ഭയങ്കര ടെമ്പർമെന്റ് കാണിക്കും. ചില ഡോഗ്സ് കുറച്ച് ഫ്രണ്ട്ലി ആയിരിക്കും ഫാമിലി ആയിട്ട്. ചെറുപ്പം തൊട്ടേ കുറച്ച് അറ്റാച്ച്മെന്റിൽ വളർത്തി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്കൊന്നും വീട്ടിൽ ഡോഗ്സിനെ കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ ഇവൻ വന്നിട്ട് ഇവന്റെ ഫാദർ മദർ ഇമ്പോർട്ടഡ് ആണ്. സിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു സെർബിയൻ ഇമ്പോർട്ടാണ്. ഫാദർ മദറും സെർബിയൻ ഇമ്പോർട്ടാണ്. ഇതിപ്പോ ഞാനിപ്പോ ഇതിന് അഡൾട്ടായിട്ട് തന്നെ മേടിച്ചതാ. നമ്മുടെ വീട്ടിൽ ശല്യങ്ങളൊന്നുമില്ല, സുഖമായിട്ട് വളർത്താം, പ്രശ്നങ്ങളൊന്നുമില്ല. ആവറേജ് ഒരു 15,000 20,000 ആ റേഞ്ചിൽ ആവറേജ് പപ്പീസ് പോകുന്നുണ്ട് നമുക്ക്. ഇമ്പോർട്ടിന്റെ പപ്പീസ് ഒക്കെ, ഡയറക്റ്റ് ഇമ്പോർട്ടിന്റെ പപ്പീസ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി അധികം റേറ്റിൽ പോകും. സ്പെഷ്യലായിട്ട് ഇവന്റെ ഫസ്റ്റ് എൻട്രി ആണ് ഇവിടെ. ഇവന്റെ ഫസ്റ്റ് ഷോ ആണ് ഇവനെ കിട്ടിയ. Cocker Spaniel ആണ് ബ്രീഡ്. This breed is Cocker Spaniel and സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോംലി ഡോഗ് ആണ്. പെറ്റായിട്ട് അകത്തിട്ട് വളർത്തണം. ഇതിന്റെ ഹെയർ അപ് ടു ഗ്രോ അപ് ടു ഡൗൺ വരെ ഹെയർ ഇത് ചെയ്യും. ഇതിപ്പോ 5 months ഓൾഡ് ഉള്ളു. ഇതിന്റെ പപ്പീസ് നോർമൽ നമ്മുടെ കേരള ബ്രീഡ് ആണെങ്കിൽ കംസ് ഫ്രം 6,000. ബട്ട് ഇത് ഇമ്പോർട്ട് ലൈനേജ് ആണ്. ഞാനിത് 60,000 ആണ്. പപ്പീസിന് അറൌണ്ട് 28,000 വരും. പിന്നെ ഗ്രൂമിങ് നന്നായിട്ട് വേണം. ഈ പപ്പിക്ക് ഗ്രൂമിങ് നന്നായിട്ട് വേണം. പിന്നെ AC കമ്പൽസറി ഫോർ ഹെയർ ഗ്രോത്തിന്. പുറത്തിട്ടും വളർത്താം. അതനുസരിച്ച് ചെളി വന്നിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ക്രോപ്പ് ചെയ്ത് കളയേണ്ടി വരും. ഇതിപ്പോ ഇന്നലത്തെ റിംഗിൽ ഒരു CC അടിച്ചു. വെയിറ്റിംഗ് ഫോർ നെക്സ്റ്റ് 2 CCs ടുഡേ. ഓക്കെ, ബൈ, താങ്ക് യു. ഹെവി ബ്രീഡാണ്. ഇതിന് ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് 15 മുതൽ 25-30 വരെ വിലയുണ്ട്. ഇതിന്റെ കുഞ്ഞിന് വില. തൃശ്ശൂരിനാണ് ഞങ്ങൾ വരുന്നത്. പിന്നെ നല്ല ഫ്രണ്ട്ലി ഡോഗാണ്. ഹണ്ടിങ്ങിന് ഉപയോഗിക്കാം. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന, വീട്ടില് നമുക്ക് പെറ്റായിട്ട് വളർത്താം, എല്ലാം ചെയ്യാം. സാധാരണ എല്ലാവരുമായിട്ട് നമ്മള് ഇണക്കാൻ ശ്രമിച്ചാൽ ഇണങ്ങും. അല്ലെങ്കിൽ ഇപ്പൊ ഇണക്കാണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ വാച്ചിങ്ങിന് ഉപയോഗിക്കാം. നല്ല യൂസാണ് ഡോഗ്സ്. ശരി. ഈ ബ്രീഡ് സൈബീനസ്കി എന്ന ബ്രീഡിന്റെ പേര്. ഈ ബ്രീഡിന്റെ പേര് സൈബീനസ്കി എന്നാണ്. ഇത് -degree ടെമ്പറേച്ചർ ആണ്. ഇതിന്റെ ശരിക്കും ബേസിക് സ്ഥലം എന്ന് സൈബീരിയൻ തന്നെയാണ്. പിന്നെ ഈ ബ്രീഡിനെ കൊണ്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ഐസില്, മറ്റേ സ്നോയില് ആളെ ഡ്രഡ്ജ് ചെയ്യാൻ വലിക്കുന്ന ഡോഗാണ്. പിന്നെ അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ വലിച്ചു കയറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡോഗാണ്. പിന്നെ ഇതിന്റെ നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റിൽ നമ്മൾ കുറച്ച് AC എന്തെങ്കിലും വേണ്ടി വരും. പിന്നെ ഇതിന്റെ പപ്പിയാണെങ്കിൽ നമുക്കൊരു 65,000 സ്റ്റാർട്ടിങ് കുഞ്ഞുങ്ങളുണ്ട്.